കാരണം നമുക്ക് മീനെ കിട്ടുന്ന പ്രതീക്ഷിക്കുന്നത്. മുഴുത്തൊരു കാര്യമാണ്. ഐ ആം റെഡി. ഇപ്പൊ സമയം ഏകദേശം 5:45 മണി ആയിട്ടുണ്ട് കേട്ടോ. നമ്മള് വലയെടുക്കാണ്ട് പോവാണ്. ബായോ ഗൈസ്, ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ വെള്ളമൊക്കെ പതിയെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. തോട്ടപ്പള്ളി വലിക്കാൻ തുടങ്ങിയെന്ന് നമുക്ക് അവിടെ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. അതിൻ്റെ ഇത് ചെറുതായിട്ടൊന്നും കാണുന്നുണ്ട്. അങ്ങനെ ചെറിയ തോതിലേ ഇറങ്ങിയിട്ടുള്ളൂ. കാര്യം ഇത്രയധികം വെള്ളം കിഴക്കൻ പ്രദേശത്ത് നിന്ന് വരുന്ന വെള്ളവും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കിടക്കുന്ന വെള്ളമൊക്കെ ഒഴുകിപ്പോകുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ ടൈം എടുക്കും. എന്തൊക്കെയാലും വെള്ളം പതിയെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. വല എടുക്കണമെങ്കിൽ നമുക്ക് ഇച്ചിരി ദൂരം നീന്തി പോകണം. മീൻ കിട്ടും, കാരണം അവിടുന്ന് ഒരു കുഴിയിൽ നിന്ന് നല്ല രീതിയിൽ മീൻ ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ്, അവിടുന്ന് ഒരു കുഴിയിൽ നിന്ന് കുറെ സിലോപ്പിയും റെഡ് ബെല്ലിയൊക്കെ ചാടിയിട്ടുണ്ട്. അത് മൊത്തം നമ്മുടെ കണ്ടത്തിലോട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ മഴയും വെള്ളമൊക്കെ അങ്ങനെ ഇത്ര കൂടി കിടക്കുന്നത് കൊണ്ട് മീൻ കന്നുകൊണ്ട് അങ്ങോട്ട് വീണ് നല്ല ഓട്ടമായിരിക്കും. മഴയും മീനുണ്ട്, കൂരിയും കാര്യം അങ്ങനത്തെ നല്ല മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഗൈസ്, അപ്പൊ നമുക്ക് പോകാനുള്ള ബോട്ട് ഇതാ കേട്ടോ. ഇതേപോലെയാണ് നമ്മൾ വടക്കൊല എടുക്കാൻ പോകുന്നത്. പക്ഷെ നമ്മൾ നേരെ വള്ളത്തെ കയറാൻ പോവാ കേട്ടോ. എടാ, ഇവിടെ അല്ലേ തുഴയുന്നത്? ഇവിടെയാണ് തുഴയുന്നത്. ഗൈസ്, അപ്പൊ മെൽബിൻ തുഴയാന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാം. ഞാനായിരിക്കും വടക്കോല എടുക്കുന്നത്. വേണ്ട പോകും. ഒരു മീൻകുളമായിരുന്നു കേട്ടോ. ഇവരുടെ അവസ്ഥ നോക്കി, അതിൽ മൊത്തം മീനും ചാടിയിട്ടുണ്ട്. അവര് എങ്ങനെയാലും 1 വർഷം എടുത്ത് വളർത്തിയ മീനാട്ടോ. അത് മൊത്തം എന്തൊക്കെയാലും ചാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയും ആ ഒരു കരപ്രദേശത്ത് ഒരു മീൻകുളം ഉണ്ടായിരുന്നു. അവിടുത്തെയും മീൻ മൊത്തം ചാടിയിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ മിക്കതും റെഡ് ബെല്ലിയും സിലോപ്പിയൊക്കെ ആയിരുന്നു മിക്കതും. അതെല്ലാം നമ്മുടെ വലയ്ക്കകത്ത് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ കിടക്കുന്ന എല്ലാം നമ്മുടെ വലയാട്ടോ. നമ്മളിങ്ങനെ നോക്കിയിട്ടൊന്നും ഒരു മീനെ ഇതിനകത്ത് കാണുന്നില്ല. കട വീണേക്കുന്നതുകൊണ്ട് തന്നെ തോട്ടിലെ മീൻ കുറേയൊക്കെ കണ്ടത്തിലടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. അത് കാരണം ഇതിനകത്ത് കുറെ പരലൊക്കെ കാണാൻ നല്ല ചാൻസ് ഉണ്ട്. പരല് വേണ്ടെന്നാണ് നമ്മുടെ അഭിപ്രായം. അവിടെ എന്താണ്ട് മീൻ കിടപ്പുണ്ട്, എന്താണ്ടൊക്കെ മീൻ കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ എന്തൊക്കെയാലും സേഫാന്നൊക്കെ പറയാം. മീനൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ് ഗൈസ്. കാര്യം നിങ്ങളെ മീനെ കാണിക്കാണ്ടിയാണ് നമ്മൾ ഇവിടം വരെ കൊണ്ടുവന്നത്. അതൊന്നാമത്തെ കാര്യം. അതെ, ഇന്നലെ വലയിട്ട ടൈം എന്ന് പറഞ്ഞാൽ 7 മണി 7:30 ആയപ്പോഴാണ് ഗൈസ്. അത് വേഗം ഇത് അപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞോണ്ടാണ് നമ്മൾ എടുക്കാഞ്ഞ്. അല്ലെങ്കിൽ അത് കാരണം എടുക്കുന്ന വീഡിയോ നമ്മൾ എടുക്കാൻ മീൻ എന്താണ്ടൊക്കെ ഉണ്ട്. എവിടെയാണ്ടൊക്കെ മീൻ കാണുന്നുണ്ട് ഗൈസ്. അയ്യോ, എന്റെ തലയുടെ കൊണ്ടല്ലേ. നമുക്ക് വലയുടെ അങ്ങേറ്റം കിട്ടിയിട്ടുണ്ട്. നമ്മൾ പൊക്കുന്നതിന് മുമ്പ് നമ്മൾ മീനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ചെമ്പല്ലിയാന്നാ തോന്നുന്നത്. നമ്മൾ വലയെടുത്ത് തുടങ്ങുവാണ്. ഗൈസ്, നമ്മുടെ ആദ്യത്തെ മീനാണിത്. വലയെടുത്ത് തുടങ്ങിയില്ല, അതിനും വീട്ടിയതാട്ടോ. ചിലപ്പം കൂടുതൽ മീൻ കാണുമെന്നാണ് ഇതിന്റെ സൈൻ. അല്ലെങ്കിൽ മിക്ക ഒരു മീനും കാണത്തില്ല. അടുത്ത മീനുകൾ അടുപ്പിച്ചൊക്കെ വരുന്നുണ്ട്. വേണ്ട സാധനം ഇപ്പോഴാണ് ഗൈസ് കിട്ടുന്നത്. അതിനെടുത്തിട്ടോ ഗൈസ്, മഴ കൂടിയിട്ടുണ്ട്. എനിക്ക് അമ്മോ, എന്തുവാടോ ഇത്? ഇതെന്തു മീനാണ് ആൽബിൻ? അടുത്ത ചെമ്പില് 2ാമത്തെ ചെമ്പിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് 3ാമത്തെ മീനാണ്. മഴ വീണതുകൊണ്ടാണ് നമുക്ക് ഈ പരലൊക്കെ കണ്ടത്തിൽ കയറിയേക്കുന്നത്. അല്ലെങ്കിൽ കണ്ടത്തിന് പരലിനെ കിട്ടാൻ ഒരു ചാൻസും ഇല്ലാത്തതാണ്. ഇത് കണ്ടോ, കാരി കിടക്കുന്ന കണ്ടോ. നമുക്ക് ഇതാണ് ഗൈസ് വേണ്ട മീൻ. കാര്യം കാരി ആണ് ഈ പ്രത്യേക ടൈം. നമുക്ക് വേണ്ട മീൻ അതാണ്. 3ാമത്തെ ചെമ്പലാണ് ഗൈസ്. ഈ കാരി ഇതിന്റെ കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല സുഖമാണ്. നല്ല രീതിയിൽ നമുക്ക് വേദനിക്കും. കാര്യം എന്തോ തട്ട് കഴിക്കുന്ന പോലത്തെ ഒരു വേദന കേട്ടോ അതിന്റെ. നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ സേഫ്, നല്ല രീതിയിൽ സേഫ് ആയിട്ട് വേണം എടുക്കാൻ. കിട്ടിയില്ല ഗൈസ്. ഇത് ഈ തലയെടുത്ത് വെട്ടിക്കുന്നത് വെച്ചാൽ നമ്മളെ കുത്താണ്ടിയുള്ള തന്ത്രപ്പാടാണ് കേട്ടോ അതിന്റെ. നമുക്ക് എന്തൊക്കെ സേഫ് ആയിട്ട് വേണം അതിനെ എടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. ജീവനോട് കിട്ടുന്ന മീനൊന്നും ഇപ്പൊ ജീവനോട് കിട്ടുന്നില്ല ഗൈസ്. ചെമ്പല്ലിക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഇതിനെ എടുക്കേണ്ട നാക്ക് സത്യം പറഞ്ഞാൽ ഇതിന്റെ കൊമ്പ് ഒടിച്ചിട്ടാ ഗൈസ് എടുക്കണം. നമുക്ക് ആ കൊമ്പ് ഒടിക്കാൻ ഒരു പേടി. കാര്യം ആ കൊമ്പ് ഒടിക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിലും കുത്ത് കിട്ടാൻ നല്ല റിസ്ക് ആയിട്ട് ഈ സംഭവത്തിന് എടുക്കുമ്പോൾ. എന്തൊക്കെ നമ്മളതിനെ എടുത്തിട്ടുണ്ട് സേഫായിട്ട്. ഇത് കാരി നല്ല മുഴുത്തൊരു കാര്യമാണ് ഗൈസ്. കൈ
ഗൈസ് നല്ലൊരു കുത്തി വെച്ചിട്ടുണ്ട്. ഇതൊന്നും കുത്തിയിട്ട് വേദന ഒന്നും ഇല്ല കേട്ടോ. ആ മുള്ളിന്റെ ആ ഒരു വേദനയുള്ളൂ, അല്ലാതെ മറ്റേ ഞാൻ പറഞ്ഞ ഒരു കാരിയുടെ കൂടെ കട്ടുകഴപ്പൊന്നും കാണത്തൊന്നുമില്ല. നിങ്ങളുടെ വെല്ലിന്റെ ഇതുകൊണ്ട് നല്ലൊരു ചോര വരും കേട്ടോ. ഗൈസ് ചെറിയൊരു സിലോപ്പിയാണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു ചെമ്പല്ലിയും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗൈസ് അടുത്ത വരല് നമുക്കിപ്പോ എങ്ങനെ ഇത് 7 or 8ാമത്തെ മീനാണ് കേട്ടോ നമ്മുടെ വലയ്ക്കകത്ത്. ഗൈസ് ഇനിയാണ് ഇപ്പൊ ഒരു ഹൈലൈറ്റ് കാണിച്ചില്ല. ഗൈസ് വരാൽ. ഗൈസ് നമ്മൾ ഈ കണ്ടെത്തി ഉടക്കുവല ഇടുന്നതിന് 2 ലക്ഷ്യമാണ്. നമുക്ക് വേണ്ട മീൻ എന്നൊക്കെ പറഞ്ഞാൽ കാരിയും വരാലും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഈ ഒത്തിരി വല ഇടുന്നതൊക്കെ ഉണ്ടല്ലോ, ഈ വരാലും കാരിയും കണ്ടെത്തിയിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഒരു 5-6 വെച്ച് കിട്ടാൻ നല്ല ചാൻസ് ആണ്. അതാണ് ഈ അവർ ഈ മീൻ രാത്രി തന്നെ പോയി എടുക്കാനും ഈ കൊടുക്കാനുള്ള ഇതൊക്കെ നോക്കുന്നത്. കാര്യം വരാലിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വില കിട്ടും. അതുമാത്രമല്ല വരാലിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. സോ അത് കാരണമാണ് രാത്രി തന്നെ അവർ പോയി വല നോക്കുന്നതും കൊടുക്കാനുള്ള ഇതൊക്കെ നോക്കുന്നത്. ചാകണ്ടല്ല അമ്മാതിരി ഇതുള്ള നല്ല കയറി ഉടക്കിയിട്ടുണ്ട് മോനെ. ഗൈസ് വരാലിനെ കിട്ടിക്കഴിഞ്ഞാൽ വലയ്ക്കകത്തൊരു പശവശപ്പ് പോലെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മളിങ്ങനെ കഴുകി കളഞ്ഞില്ലെങ്കിൽ നാളെ പിന്നെ ഉടക്കോല ഇടുമ്പോൾ അത് ഭയങ്കര റിസ്ക് ആണ്. ജീവനുള്ള ചെമ്പല്ലി, ജീവനുള്ള ചെമ്പലിയാണ്. ഇവൻ നമുക്ക് കുറച്ച് പണി തരാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. ഈ വല ഞാൻ തയ്ച്ചേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഗൈസ് ഇത് പണ്ട് കടലിൽ ഇട്ടുകൊണ്ടിരുന്ന വലയാട്ടോ. ഞങ്ങളുടെ ഒരു അങ്കിള് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഇരട്ടി വീതിയാണ് ഈ വലയ്ക്കുള്ളത്. എന്നിട്ട് മെൽബിനും അമ്മയും കൂടെ ഇത് കട്ട് ചെയ്തിട്ട് ഇത് തയ്ച്ച കേട്ടോ. നിങ്ങൾക്ക് ഇതിനകത്ത് കെട്ട് കണ്ടാൽ മനസ്സിലാവും. ഇതൊക്കെ മെൽബിനും അമ്മയും കൂടെ തയ്ച്ചയാണ്. ഈ വയറുമായിട്ടുള്ള കെട്ടും ഈ മണ്ടക്കത്തെ പൊങ്ങും. പിന്നെ വല അവർ തന്നെ കേട്ടോ. വല നമുക്ക് തയ്ക്കാൻ ഭയങ്കര അത് അത്രയ്ക്ക് നമുക്കുള്ള കഴിവൊന്നും ഇല്ല. ഇത് ഏതോ ഒരു ആമ നമുക്ക് പണി തന്ന കേട്ടോ. ആമയാണോ കഴിഞ്ഞാണോ? ആമേ പിന്നെ കഴിഞ്ഞാണെങ്കിൽ ഇപ്പൊ വലയും കൊണ്ട് പോകും. ദൈവമേ, ഒരു വല കഴിഞ്ഞിരിക്കുക കേട്ടോ. പക്ഷെ അത് തന്നെ എങ്ങനെ പോയാലും നമുക്കൊരു 5, 10, 14 മീൻ ഗൈസ്. നമുക്ക് ഒരു വലക്കകത്ത് മാത്രം കിട്ടിയ മീനാട്ടോ 14 മീൻ. വല എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക കേട്ടോ. കേട്ടോ വീഡിയോ എടുക്കുന്നേ ഗൈസ്. ഇത് നോക്കി അതൊരു മുഴുത്തൊരു കാര്യം ഇട്ടിട്ടുണ്ട്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഒരു രീതിയിൽ ഉടക്കിയിട്ടില്ലെന്നാണ്. കൈ ഒട്ടും ഉടക്കിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇപ്പൊ ഉടക്കിയതാന്ന് തോന്നുട്ടോ മീൻ. ഇത് നല്ല ജീവനുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു കുത്തു കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇല്ലില്ല രക്ഷപ്പെട്ട്. ഇത് ഇത്ര ഉടക്കി ഒരു കണ്ണിയാണ് അത്. ഇത്രയാണ് ആകെ അവൻ ഉടക്കിയിട്ട്. നല്ല ജീവനുള്ള മുഴുത്തൊരു കാര്യം കേട്ടോ. ഒന്നും പറയാനോ വിഷയ ഒരു കാര്യം. പൊളി സാധനമായി. നല്ല ടേസ്റ്റ് ആയതിന് ഗൈസ്. ഇത് എങ്ങനെ മീൻ എടുക്കുന്നേ? ഇതെന്ത് ബലൂൺ ഗൈസ്. ഇതിനെ എടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വയറ് പൊട്ടി ഗൈസ്. അതെന്തോ തിന്നിട്ടെങ്ങാണ്ട് വന്നതാന്ന് കേട്ടോ. അതോ കുഞ്ഞുങ്ങളൊന്നുമല്ല. ഇത്ര ചെറുതിനൊക്കെ എങ്ങനെ കുഞ്ഞുങ്ങൾ വരുന്നു? ഗൈസ് ഇത് നമ്മുടെ ഒരു പഴയ വലയാട്ടോ. നമ്മൾ നേരത്തെ എടുത്തതാണ് മെൽബിൻ കളക്ഷൻ പുതിയ വല. ഇതിനകത്ത് അപ്പൊ മിക്ക സൗകര്യം ഉണ്ടോ ഇതുപോലെ തീർച്ചയാണ്. ഒരു സിലോപ്പിയാണ് കിട്ടുന്നത്. ഇങ്ങനെ കിട്ടും. നമ്മൾ അക്കരെ ഒരു കുഴി ഇടുമ്പോ ഓർമ്മ ഉണ്ടോടാ? സിലോപ്പി ഇങ്ങനെ അടുപ്പ് ഗൈസ്. എല്ലാ കണ്ണിലും സിലോപ്പി അന്നോലെ മീൻ കിടക്കുന്നത് ഗൈസ്. ഇതുപോലെ മീനൊക്കെ കിട്ടുന്ന നിറച്ച് വ്ളോഗ് നമ്മുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ പോയി കണ്ടാൽ മതി. ഇതുപോലത്തെ സിലോപ്പിനെ ഒരു 10 ആണോ 100 അതിൽ കൂടുതൽ പിടിക്കുന്ന ഒരു വ്ളോഗ് നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. നിങ്ങൾ പോയി കണ്ടാൽ നിങ്ങൾക്ക് പൊളിയായിരിക്കും. സിലോപ്പിയ ഈ കൂരിയെല്ലാം വരാൻ ഒറ്റൊരു കാര്യമുള്ളൂ. കണ്ടത്തിലെ മട വീണതിന്റെ എഫക്റ്റാണ് ഈ കൂരിയെല്ലാം. ഇത് ചിറകിട്ടടിക്കുന്ന ശബ്ദമാട്ടോ ഈ കേൾക്കുന്നത്. ഇതിനെയും കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല പണിയാണ്. നല്ലൊരു ശബ്ദം കേൾക്കും. കുത്തിയോ? ഇല്ലില്ല. ഇവനും കാര്യം ഭയങ്കര സീനാണ്. ഇവിടെ ഞാൻ തയ്ച്ചെടുത്ത് മീൻ കിട്ടാതിരിക്കുമോ ഗൈസ്? നമ്മുടെ ലാസ്റ്റ് മീൻ അങ്ങോട്ടേക്ക് നോക്കിക്കേ മക്കളെ. ഞാൻ തയ്ച്ച മീൻ കിട്ടാതിരിക്കുമോ? ചൂണ്ടപ്രമി ഗൈസ്. ഇവിടുന്ന് ഇച്ചിരി അങ്ങോട്ട് മാർക്ക് ചെയ്യുമ്പോ നമ്മൾ ഇച്ചിരി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു വല്ല മറ്റേ ഇതിനകത്തുനിന്ന് കട്ട് ചെയ്ത്. കാരണം ചെമ്പല്ലി പോയി.
ടൂർണമെന്റ് ഉണ്ട്, അതിനോട് ഒരു ഗൈസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരെണ്ണത്തിനെ റിലീസ് ചെയ്തിരിക്കുന്നു. ഗൈസ് നമ്മുടെ ഒരെണ്ണം തിരിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ആൽബിൻ എന്നപ്പോ ഒരു ചപ്പല് കുറവേ പിന്നെ. ഗൈസ് നല്ലൊരു മുഴുത്തൊരു ചെമ്പല്ലിയായിരുന്നു. അതെ ഞാൻ അപ്പുറത്ത് ഇവിടെ ഒരു കൂരി കിടപ്പുണ്ട്. ഇത് വല മൊത്തം കേസ് കുരുങ്ങി കേട്ടോ. കാര്യം ഇവിടെ 5-6 മീൻ അടുപ്പിച്ച് കയറിയതാണ്. മൊത്തം കേസ് ഉടക്കി കിടക്കുക. നീ എന്തോ പറഞ്ഞ ഞാൻ തയ്ച്ച കിട്ടില്ലല്ലേ. ഇത് നോക്കിയേ തിരിഞ്ഞാ കിടക്കുന്നത്. നീ ഇവനെ എങ്ങനെ എടുക്കൂടാ? ഇവൻ വല അങ്ങ് പോടി അങ്ങ് പറിച്ചുകളാ. എന്തൊക്കെ ആന കൊണ്ടേ കയറി പോകുന്നത്ര കീച്ചല്ലേ പിന്നെ. ഇവനൊക്കെ ചത്തിട്ട് എന്തിനാണോ ഇത്ര കിടന്ന് ഓടിയത്? ചത്തിട്ടില്ല, ജീവനുണ്ട്. ഇവനും ചത്തിട്ടില്ലേ? നമ്മൾ ഇട്ടതില് ചാകാതെ കിട്ടുന്ന, നമ്മൾ തോട്ടിലിട്ടപ്പോൾ ചാകാതെ കിട്ടുന്ന എനിക്ക് തോന്നുന്നു കൂരിയാന്ന് തോന്നുന്നു കൂടുതലും. ചെമ്പല്ലിയൊക്കെയാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ ചാകാതിരിക്കുന്നത്. പക്ഷെ കൂരിയാണ് ഏറ്റവും കൂടുതൽ ചത്തിട്ടുള്ളത് ഇപ്പൊ. അയ്യോ ചാകാതെ തിന്നിട്ടുള്ള. എടാ മഴ കൂടുവാണല്ലോ. അടുത്തൊരു വരാല് കിട്ടിയേക്കുന്നത് എവിടെയും ഉടക്കിയിട്ടുണ്ടോ നോക്കി. ആർക്കെങ്കിലും വല തയ്ച്ചു തരണമെങ്കിൽ എന്നെ ബന്ധപ്പെടുക. കാരണം ഞാൻ തയ്ച്ചതിലാണ് മീൻ കിട്ടുന്നത്. നല്ല ഒരു മഴ കേട്ടോ. നീ കാണിച്ചു കൊടുത്തു ഒന്നും കാണാൻ പോലും വയ്യ. ഇത് കണ്ടോ അതെ വെള്ളാറ് വരാല്. ഒരു കാരി തെറ്റ് കാരി നമ്മുടെ 3-ാമത്തെ 4-ാമത്തെ കാര്യമാണ് കിട്ടുന്നത്. ഇനി അങ്ങോട്ട് മീൻ്റെ ചാകര ഒന്നും പറയാനില്ല. ഇതിനൊക്കെ ഇനി എങ്ങനെ പെരുക്കി എടുക്കുമെന്ന് എനിക്കറിയാതെ. നീ പെരുക്കെടുത്താലും കുഴപ്പമില്ല, കളയണ്ട. ഗൈസ് ഊരി പോകുന്നതിനോട് നമ്മൾ പൊക്കോളം പറയുക കേട്ടോ. ഗൈസ് നമുക്ക് എടുക്കാൻ വയ്യ. ശിവന്മാര് നമ്മുടെ ചെറിയ വലകൊണ്ട് വലുതൊന്നും കയറി കുരുങ്ങത്തില്ല. അതാണ് ഗൈസ്, അല്ലെങ്കിൽ വലിയ സിലോപ്പി കിട്ടേണ്ടതാണ്. ഗൈസ് വിൽക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ നാളെ ഇന്നും വലയിടുന്നതാണ്. കാര്യം അത്രയ്ക്ക് മീൻ കിട്ടി കേട്ടോ. നമുക്ക് ഹാപ്പിയോ 20-30 അല്ല, അതിൽ കൂടുതൽ മീൻ കിട്ടി. എടുത്ത് തീർന്നോണ്ടാന്ന് തോന്നുന്നു. ലാസ്റ്റ് മീനായിരുന്നു. എന്റെ അമ്മേ, ഒരു യുദ്ധത്തിൽ നിന്ന് നമ്മൾ പിന്മാറിയിരിക്കുന്നു. ഗൈസ് നമുക്ക് നിറച്ച് മീൻ കിട്ടിട്ടോ, ഒന്നും പറയാനില്ല. എന്റെ കൈയുടെ ഊപ്പാട് വന്നു വീഡിയോ എടുത്ത്. അപ്പൊ മീൻ അഴിച്ച ഞാനോ. ഗൈസ് അപ്പൊ നമ്മള് നേരെ വീട്ടിലോട്ട് പോവാണ്. മെലിന് എന്താ നമ്മുടെ പ്ലാൻ എന്തുവാ? നേരെ ഇടിച്ചങ്ങോട്ട് ഏറ്റുക. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഇച്ചിരി ക്ഷമിക്കണം കേട്ടോ. ഞാനാ കാരണം വീഡിയോ എടുത്ത് എവിടേക്ക് എടുത്തത് പോലും എനിക്ക് ഓർമ്മയില്ല. വീഡിയോയുടെ പകുതി മുക്കാലും ഒന്നും കിട്ടിയിട്ടില്ലെന്നാണ്. അങ്ങനെ ബൽബിലെ ചവിട്ടിക്കൂട്ടി കാട്ടിലെറിയുന്നതാണ്. മറന്നു കേട്ടാ ചുമല്. അത്രയ്ക്ക് മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാണിച്ചു കൊടുക്കാനോ? അതിനെ ആദ്യം എടുത്തു. തകരാറ് സംഭവിച്ചിരിക്കുന്നു. വിളിക്കടാ സാമനെ വിളിയടാ. ഇവിടെ നമുക്ക് ഉന്തിട്ടിട്ട് ഇവിടെ ഇട്ടാലോ? ഇവിടെ പോയാലൊന്നും പോകത്തില്ല ഗൈസ്, കാരണം നമ്മുടെ ചുറ്റിനും കൽക്കിട്ട് ഇട്ടിട്ടേക്കും. വെള്ളത്തിൽ പോയിക്കാ പോയിട്ടാ ഗൈസ്. ഇത്രയും മീനാ ഗൈസ് നമുക്ക് കിട്ടിയേ, ഒന്നും പറയാനില്ല. സീൻ കാണാം. ഇന്ന് എന്തൊക്കെയായാലും ഇന്നത്തെ വ്ളോഗ് നല്ലൊരു വ്ളോഗ് തന്നെയായിരുന്നു. കാര്യം നമുക്ക് ഒന്നും പൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഫുള്ള് ഹാപ്പിയാണ്. കാര്യം നമുക്ക് ഇത്ര മീൻ കിട്ടും നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല. അതുമാത്രം ഈ വെള്ളപ്പൊക്കം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്, ഒന്നുമില്ല. നമ്മള് ഇത് വന്നുകൊണ്ടിരിക്കും, ഡെയിലി വ്ളോഗിനകത്ത് ഇത് ഇനിയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെ ഇനിയും വീഡിയോസ് കാണുന്നതും വരെ എല്ലാവർക്കും